Okay, last class we learned about Indian place value system and international place value system, commas, number name, expanded form. ഇത്ര വരെയാണ് നമ്മൾ പഠിച്ചത്. അതായത് പേജ് നമ്പർ 11 വരെ, പേജ് നമ്പർ 11, 12 വരെ എത്തി. അതില് ടീച്ചർ യൂണിറ്റ് ഓഫ് ലെങ്ത്, യൂണിറ്റ് ഓഫ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു തന്നിരുന്നില്ലേ? ഇനി നമ്മൾ അടുത്ത പേജ് എടുക്കുന്നത് പേജ് നമ്പർ 13 ആണ് എടുത്തത്. പേജ് നമ്പർ 13, 13. പേജ് നമ്പർ 13 എടുത്ത എല്ലാവരും. മുഹമ്മദ് വീഡിയോ ഓൺ അല്ലല്ലോ മോനെ? പേജ് നമ്പർ 13. ഓക്കെ, പേജ് നമ്പർ കിട്ടിയ എല്ലാവർക്കും? പേജ് നമ്പർ 13 നോക്കാം. എ ബസ് started its journey and reached different places with a speed of 60 km/h. The journey is shown on page 14. Page 14 എടുത്തേ. അതിനകത്തുണ്ടോ ആ ബസ്? നിങ്ങൾ ആരും ഇപ്പോൾ ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് എഴുതാനുള്ളതിനൊക്കെ നോട്ട് ടീച്ചർ അയച്ചു തരും. ഇപ്പോൾ ക്ലാസ്സിൽ ഓരോ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം പ്രോബ്ലം ചെയ്യാനിരിക്കുമ്പോൾ ഈ നമ്മുടെ യൂട്യൂബ് ലിങ്കിലുള്ള ക്ലാസ്സിൽ കയറി അതിലെന്താണ് ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ട് ക്ലാസ് ചെയ്താൽ മതി. ഇപ്പൊ ആരും ഒന്നും എഴുതണ്ട. എഴുതാൻ പോയാൽ നമുക്കൊന്നും മനസ്സിലാവാതെ വരും. നോക്കിക്കേ, എ ക്വസ്റ്റ്യൻ once again. A bus started its journey and reached different places with a speed of 60 km/h. The journey is shown on page 14. കണ്ടോ? Find the total distance covered by the bus from A to D. ചിത്രം എടുത്തേ. From A to D. പേജ് നമ്പർ 14 എടുത്തേ. പേജ് നമ്പർ 14. സ്റ്റാർട്ടിങ് ഫ്രം A to D അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് A to B, A to B plus B to C plus C to D അല്ലേ? A to D അല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ A to B, B to C, C to D, that is 4170 kilometer plus 410 kilometer plus 2160 kilometer. ഇത് മൂന്ന് തമ്മിൽ ആഡ് ചെയ്യുക, മൂന്ന് തമ്മിൽ അഡീഷൻ നടത്തുക, എന്നിട്ട് അതിന്റെ ആൻസർ എഴുതുക. പറഞ്ഞ മനസ്സിലായല്ലോ? സെക്കൻഡ്, find the total distance covered by the bus from D to G. From D to G, that is DE plus EF plus FG. DE 8140 plus 4830 plus 2550. ഈ മൂന്ന് തമ്മിൽ ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതുക. Next, find the totals covered by the bus if it starts from A and return back to A. എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിലേക്ക് തിരിച്ചു വരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് എയിൽ ചെന്നു, മൊത്ത സ്ഥലം ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് പിന്നെയും വരുന്നു. അതായത് ഓരോന്നും 2 തവണ കൂട്ടണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് A to B, B to C, C to D. ഒരാള് ഷഹാന പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then okay, then first A to B plus B to C plus C to D plus E to D, D to E plus E to F plus F to G. ഇത് തമ്മിൽ എല്ലാം ആഡ് ചെയ്ത ഈ ഓരോ കിലോമീറ്റർ ആഡ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടും. പിന്നെയും ആ സെയിം നമ്പർ തന്നെ വീണ്ടും ആഡ് ചെയ്യണം, കാരണം നമ്മൾ തിരിച്ചു വരുന്നുണ്ട്, അതുകൊണ്ട് അത് ആഡ് ചെയ്യണം. ഇനി can you find the difference of distance from C to D and D to E? So C to D കണ്ടുപിടിക്കണം. എന്താ C to D? 2160 kilometer
Then D2E 8,140 kilometer. അപ്പം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ സോ 8,140 കിലോമീറ്റർ മൈനസ് 2,160 കിലോമീറ്റർ കിട്ടുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ഇത് നോട്ടും കൂടെ വന്നു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അടുത്ത ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു റീച്ച്. ടൈം ടേക്കൺ, സമയം, എത്ര സമയം എടുത്തു എന്നാണ്. എ ടു ബി എത്ര സമയമാണ്? 4,170 കിലോമീറ്റർ. ബസിന്റെ സ്പീഡ് എത്രയാണ്? 60 കിലോമീറ്റർ ആണ് അല്ലേ? സോ 4,170 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 60. കാരണം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ് നമുക്ക് സമയം കിട്ടുന്നത്. ഓക്കെ, എഡ്വിൻ ഇവിടെ ശ്രദ്ധിക്കേ, ക്ലാസ്സിൽ ശ്രദ്ധിക്കേ. ഷഹാന ഷെറിൻ പിന്നെ വീഡിയോ ഓൺ ചെയ്യാൻ, വീഡിയോ ഓൺ ചെയ്യാൻ. മുഹമ്മദ് കെ, ഗ്രേസ് കെ എ, വീഡിയോ ഓൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് C2D എത്രയാണ്? 2,160 കിലോമീറ്റർ ആണ്. അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2,160 ഡിവൈഡഡ് ബൈ 60 ആണ്. ഡിവിഷൻ ഒക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ ശരിക്കും പഠിച്ചതല്ലേ അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ മക്കളെ? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വലിയ സംഭവിഷനും ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? അതുകൊണ്ട് ഇനി അതിലേക്ക് ടീച്ചർ പോവില്ല. ഡിവിഷൻ ചെയ്ത് ആൻസർ ചെയ്തേക്കാം. എനിക്ക് ആൻസർ അയക്കണം നിങ്ങൾ. നെക്സ്റ്റ് E2G ഫസ്റ്റ് E2F വേണം, ദെൻ F2G വേണം. 4,830 കിലോമീറ്റർ പ്ലസ് 2,550 കിലോമീറ്റർ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിനെ ബൈ 60. കാരണം 60 ആണ് നമ്മുടെ ബസിന്റെ സ്പീഡ്. 60 ആണ് നമ്മുടെ ബസിന്റെ സ്പീഡ്. ഓക്കെ, 60 ആണ് ബസിന്റെ സ്പീഡ്. അതുകൊണ്ട് 60 കൊണ്ട് ഹരിക്കാം. ഇനി E2Gയില് 4,830 പ്ലസ് 2,550 ഡിവൈഡഡ് ബൈ 60 രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം. ഇനി ടോട്ടൽ ജേണി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ A2B പ്ലസ് B2C പ്ലസ് C2D പ്ലസ് D2F പ്ലസ് E2F പ്ലസ് F2G പ്ലസ് G2A ഈ നമ്പേഴ്സുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യണം. ലൈനായിട്ട് നമുക്ക് അറിയാലോ, കുറെ സംഖ്യകൾ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആഡ് ചെയ്തിട്ട് അതിനെ ആ കിട്ടുന്ന തുകയെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട്, യൂട്യൂബ് ലിങ്കിൽ കയറിയിട്ട് ആ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ശ്രദ്ധിച്ചിട്ട് ആ ഓരോ കണക്കും ചെയ്യുമ്പോൾ നോക്കുക കേട്ടോ. സിമ്പിളാ, മനസ്സിലാവും വേഗം. ഇനി നെക്സ്റ്റ് രാമൻസ് ഷോപ്പാണ്. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഇത് മനസ്സിലാവും കേട്ടോ. അത് നമ്മൾ ആ ക്ലാസ്സിൽ കണക്ക് ചെയ്യുമ്പോൾ മോള് ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ ടീച്ചറെ വിളിച്ചടിച്ച് പറഞ്ഞുതരും കേട്ടോ. അടുത്തത് രാമൻസ് ഷോപ്പ്. രാമൻ ഷോപ്പിൽ കുറെ സാധനങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട്. ഓക്കെ, ആ സാധനങ്ങളുടെ ലിസ്റ്റിനെ നമ്മൾ എല്ലാം കൂടെ ഒരു പേപ്പറിൽ വരയ്ക്കുക. അതായത് തിങ്സ്, ക്വാണ്ടിറ്റി, പ്രൈസ്, ദെൻ ടോട്ടൽ മണി റിസീവ്ഡ്. ആ ഒരേ കോളത്തിൽ എഴുതുക. ഒരേ കോളത്തിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ. ക്യാൻ യു ഫൈൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് രാമൻ സോൾഡ് ലാസ്റ്റ് ഇയർ? വെയിറ്റ് ഓഫ് ആപ്പിൾ എത്രയാണ്? വെയിറ്റ് ഓഫ് ആപ്പിൾ 2,457.
ഇനി വെയിറ്റ് ഓഫ് ഓറഞ്ചസ് എത്രയാണ്? ആ ബുക്കിൽ നോക്ക്, 3004 അല്ലേ? നിങ്ങൾ വായിച്ചു നോക്ക്, കൈവരിൽ വെച്ച് വായിച്ചു നോക്ക്. ഇനി ടോട്ടൽ വെയിറ്റ് എങ്ങനെ ചെയ്യുന്നത്? ഈ ഓറഞ്ചിന്റെ വെയിറ്റും ആപ്പിളിന്റെ വെയിറ്റും തമ്മിൽ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഓറഞ്ചിന്റെ വെയിറ്റും ആപ്പിളിന്റെ വെയിറ്റും ആഡ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ നമുക്ക് മൊത്തം അത് വിറ്റതിന്റെ ഉത്തരം കിട്ടും. അതായത് വെയിറ്റ് ഓഫ് ആപ്പിൾസ് 2457, വെയിറ്റ് ഓഫ് ഓറഞ്ച് 2004 ആണ്. ഈ 4ഉം ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ അതിന്റെ ആൻസർ കിട്ടും. പിന്നെ ക്യാൻ യു ഫൈൻഡ് ദ ടോട്ടൽ മണി രാമൻ ഗോട്ട് ബൈ സെല്ലിംഗ് ആപ്പിൾസ് വിറ്റപ്പോൾ എത്രയാണ് പൈസ കിട്ടിയത്? അപ്പോൾ വെയിറ്റ് ഓഫ് ആപ്പിൾ എത്രയാണ്? വെയിറ്റ് ഓഫ് ആപ്പിൾ ഈസ് ഈക്വൽ ടു 2457, isn't it? അല്ലേ? 2457 കിലോ ആപ്പിൾ അല്ലേ? ആ ഓക്കെ. ഇനി 1 കിലോ ആപ്പിളിന്റെ വില എത്രയാ? 40 kg അല്ലേ? 40, ഒരു കിലോ ആപ്പിൾ 40 രൂപയാണ്. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ആ 2457 kg 40 kg ആരാ സംസാരിക്കുന്നത്? ആരാണ് സംസാരിക്കുന്നത്? Then can you find ആരാണ് അവിടെ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്ന ക്ലാസ്സില്? Okay, then can you find the total money Raman got by selling apples? Apples വിറ്റ വകയിൽ അത് മൊത്തം എത്ര കിലോ ആപ്പിൾ കൊടുത്തു, അതിനെ 1 കിലോ ആപ്പിളിന്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That is quantity of apples sold is equal to 2457. Price of 1 kilo apple is equal to 40. അപ്പോൾ 2457 into 40 എടുത്താൽ നമുക്ക് അതിന്റെ വില കിട്ടും. ജോയ്സി എന്താ ചെയ്യുന്നേ? Okay. Then can you find the total money Raman got by selling apples and oranges together? ആപ്പിളും ഓറഞ്ചും കൂടെ. എഡ്വിൻ എന്താ അവിടെ ലൈറ്റ് കൊണ്ട് കളിക്കുന്നേ? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ സോൾഡ് ഈസ് ഈക്വൽ ടു 2457. Quantity of orange sold is equal to 3004. Then money received from selling or apple is equal to 2457 into 40. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂട്യൂബിൽ ലിങ്കിൽ കയറി ക്ലാസ് കേട്ട് അതുപോലെ മക്കൾ എഴുതണം. പിന്നെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈക്വൽ ടു സൈൻ എപ്പോഴും ഒരേ ലെവലിൽ താഴോട്ട് വരണം. അതും നമ്മൾ റൂട്ട് എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ മുറിച്ചെഴുതേണ്ടി വരും, പ്രശ്നമില്ല. എന്നാലും ഈക്വൽ ടു സൈൻ എപ്പോഴും ഒരേ താഴെ തന്നെ വരണം. എന്നാലേ നോട്ട് എഴുതുമ്പോൾ അത് വൃത്തിയായിട്ട് വരുള്ളൂ. Next, make a table showing how much money Raman received from selling each item. Arrange the entire amount of money received in descending order. Find the item which brought him the highest amount. How much is this amount? അതിനെ ടീച്ചർ നിങ്ങളുടെ നോട്ടിൽ ഒരു പേപ്പർ ചാർട്ട് അയച്ചു തരുന്നുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകും. ഓരോ ക്വാണ്ടിറ്റിനെയും അതിന്റെ പ്രൈസ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബില്ല് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? 5ാം ക്ലാസ്സിൽ ബില്ല് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ആ സെയിം ഓർഡർ തന്നെ 4 കോളംസ് ഉണ്ട്. അതില്
ആ കണക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ മതി. ഇതിൽ നമ്മൾ ഒരു ഫ്രണ്ട് ആബ്സെന്റ് ആണല്ലോ ഇവിടെ. ഏബൽ ഉണ്ട്, അതുലുണ്ട്, ഏഞ്ചൽ ഉണ്ട്, ആദിത്യനുണ്ട്, പിന്നെ ഒരു ഫ്രണ്ടിനെ കാണുന്നില്ലല്ലോ. റിയാനുണ്ട്, മുഹമ്മദ് റുവൈസ് ഉണ്ട്, ഷഹനയുണ്ട്, ഷിസയുണ്ട്, ഒരാളെ നമ്മുടെ കാണുന്നു. സായി കൃഷ്ണയാണോ? സായി കൃഷ്ണയല്ലേ? റുവൈസോ? ആണോ? ഓക്കെ. ഇനി നമ്മൾക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ടെസ്റ്റിനകത്ത് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ അതൊന്നും കൂടെ പറയും. നോക്കിക്കേ, population of Sundarnagar was 2,35,471 in the year 1991. In the year 2001, it was found to be increased by 72,958. What was the population of the city in 2001? അതിൽ ഇൻക്രീസ് ആണ് 72. ഓക്കെ, 72,000 ഇൻക്രീസ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഓഫ് ശ്രീനഗർ in the year 1991 is equal to 2,35,471 ആണ്. മനസ്സിലായോ? ഇനി ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ is equal to 72,958. So എന്താണ്? What was the population in the city? So therefore population of the city in 2001 is equal to എന്ത് ചെയ്യണം? 2,35,471 പ്ലസ് 72,952. കൂടുതലാവണം. കഴിഞ്ഞ വർഷത്തിൽ ഒരു വർഷത്തിനും അടുത്ത വർഷം കൂടുതലാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് പഴയ വർഷത്തിൻ്റെ കൂടെ ആരാണ് ഒരാള് പോയത്? ബിനോയ് സെബാസ്റ്റ്യൻ ഏബൽ, വേർ ആർ യു? ഓക്കെ, ദെൻ ആ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തെ ഇൻക്രീസ് ആയ പോപ്പുലേഷൻ നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇനി കണക്ക് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ കയറി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ തന്നെ മനസ്സിലാവുമേ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇൻ എ സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് വെഹിക്കിൾസ് സോൾഡ് ഇൻ ദ ഇയർ 2002 and 2003 was 7,43,000. In the year 2003-2004 the number of vehicles sold was 8,100,000. In which year were more cycles sold and how many more? More ആണെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ നടത്തും അല്ലെ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. എത്ര കൂടുതലുണ്ടെന്ന് കാണിക്കാൻ വലിയ സംഖ്യ. റിവൈസ്, ആർ യു പ്ലേയിങ് വിത്ത് ബുക്ക്? ഓക്കെ, ഇത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ കണക്ക് ചെയ്ത് നോട്ട് ടീച്ചർക്ക് അയച്ചു തരുമ്പോൾ തെറ്റുപറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയുന്നത്. ഇത് ഓൾറെഡി അവരവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരിക. അപ്പൊ 8,100 സൈക്കിളിൽ നിന്നും 7,43,000 സബ്സ്ട്രാക്ട് ചെയ്ത ആൻസർ കിട്ടും. അതുപോലെ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ഇത്ര സ്പീഡിൽ വരുന്നേ. ഓക്കെ, ദെൻ the town newspaper is published every day. One copy has 12 pages. Every day 11,980 copies are printed. How many total pages are printed every day? ഉണ്ടോ? ടൗൺ ന്യൂസ്പേപ്പർ ആണ്. ടൗൺ ന്യൂസ്പേപ്പർ അത് എല്ലാ ദിവസവും പ്രിന്റ് ചെയ്യും. അതിൽ 1 copy has 12 pages. ഒരു കോപ്പിക്ക് 12 പേജസ് ഉണ്ട്. എല്ലാ ദിവസവും 11,980 സ്റ്റുഡൻസ് അല്ലെ 80 കോപ്പീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടോട്ടൽ പേജസ് ആർ പ്രിന്റഡ് എവറി ഡേ? ഹൗ മെനി? So pages in 1 copy 12. Pages in 1 copy is equal to 12. Number of copies printed every year. അതല്ല ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട് കേട്ടോ, വേറെ എവിടുന്നും അല്ല, ക്വസ്റ്റിനകത്ത് തന്നെയുണ്ട്. Is equal to 11,980. ടോട്ടൽ പേജസ് കണ്ടുപിടിക്കാൻ 11,980 into 12 അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇതുപോലെ തന്നെയാണ് ആ നോട്ട് ബുക്കിന്റെ കേസ്. ഇനി ടീച്ചർ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കുക.
കാരണം നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾ അത് ചെയ്യണം. 6ാം ക്ലാസ്സിലെ കുട്ടികളായി എല്ലാം ഒന്നില്ല, നിങ്ങൾ ചെയ്ത് അയച്ചു കഴിയുമ്പോൾ ടീച്ചർ നോട്ട് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 16 എടുത്ത എല്ലാവരും, പേജ് നമ്പർ 16 എടുത്ത എല്ലാവരും കണ്ടോ? A books exhibition was held for 4 days in a school. The number of tickets sold at the counter on the first, second, third and final day was respectively 1094, 1812, 2050, 2751. Find the total number of tickets sold on all the 4 days. മനസ്സിലായോ? ഒരു ബുക്സ് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു ടൗണില്. അപ്പോൾ ടിക്കറ്റ് കൊടുത്തിട്ടാണ്, ടിക്കറ്റ് വെച്ചിട്ടാണ് എക്സിബിഷൻ ആളുകളെ കയറ്റുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്നാമത്തെ ദിവസം വിറ്റത് 1094 ടിക്കറ്റും, രണ്ടാമത്തെ ദിവസം വിറ്റത് 1812ഉം, മൂന്നാമത്തെ ദിവസം 2050യും, അടുത്ത ദിവസം 2751 ആണ്. നമുക്ക് കാണേണ്ടത് റിവൈസ് അറിയൂ, നമുക്ക് കാണേണ്ടത് മൊത്തം ടിക്കറ്റുകളാണ് കൊടുത്ത് ഈ 4 ദിവസത്തിൽ. എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? അഡീഷൻ ആണല്ലേ ടോട്ടൽ കാണാന്. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോ ഇങ്ങനെ എഴുതണം. എങ്ങനെ എഴുതും? നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ് ഇൻ ഫസ്റ്റ് ഡേ. എന്താണ്? നമ്പർ ഓഫ് ടിക്കറ്റ് സോൾഡ്, number of ticket sold in first day is equal to 1094. Number of tickets sold in second day 1812. Number of tickets sold in the third day 2050. Number of tickets in the fourth day is equal to 2751. Therefore, total ticket sold, total ticket. Angel, where are you? എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്തോണ്ടിരിക്കുന്നേ? ഓക്കെ, ഞാൻ പോവുകയും വരികയും ചെയ്യുന്നതല്ല, ഇവിടെ ഈ നെറ്റിന്റെ പ്രോബ്ലം കുറച്ചുണ്ട്. ഇത് ആദ്യമേ കയറാൻ നോക്കിയിട്ട് റിപ്പോർട്ട് പ്രോബ്ലം ആയിരുന്നു, ഇപ്പോഴാ കിട്ടിയേ. ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ 4 ദിവസത്തെയും ടിക്കറ്റുകൾ വിറ്റത് നിങ്ങൾ ആഡ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? മനസ്സിലായ മക്കളെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, Shekhar is a famous cricket player. He has so far scored 6,980 runs in the test matches. He wishes to complete 10,000 runs. How many more runs does he need? കണ്ടോ, ശേഖർ എന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരന് ഇപ്പോൾ അയാൾ ആകെ 6,980 റൺസ് എടുത്തിട്ടുണ്ട്. പക്ഷെ എത്ര കൂടെ എടുക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം? 10,000 റൺസ് എടുക്കണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര റൺസും കൂടെ എടുത്താൽ മാത്രമാണ് നമുക്ക് അയാളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുന്നത്? എന്ത് ചെയ്യണം? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റൺസ് ശേഖർ സ്കോർഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് റൺസ് ശേഖർ സ്കോർഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിച്ചോ, കണക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും, ഇത് നമുക്ക് ക്ലാസ് ചെയ്യാൻ സമയമില്ല. 6,980. ഇനി നമ്പർ ഓഫ് റൺസ് ശേഖർ വിഷ് ടു കംപ്ലീറ്റ്, പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന റൺസിന്റെ എണ്ണം 10,000. Therefore, number of runs he needed to complete. അയാളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി എത്ര റൺസ് കൂടെ വേണം? That is 10,000 minus 6,980. 10,000 നിന്നും 6,980 എന്ന റൺസ് കുറച്ചാൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. മൂന്നാമത്തേത്, നിങ്ങൾ ആ ആൻസർ പ്രോബ്ലം ചെയ്യാനിരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ ഈ ലിങ്കിൽ കയറി ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇലക്ഷൻ ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് 5,77,500 votes and his nearest rivals secured 3,48,700 votes. By what margin did the successful candidate win the election?
ഓക്കെ, നമ്മുടെ സമയം കുറയാൻ പോകുന്നു. നമ്മുടെ മിസ്സായ ഫ്രണ്ട് ആരാണെന്ന് കണ്ടുപിടിച്ചില്ല അല്ലേ? നമ്മുടെ ഇനിയിപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞെന്ന് വരും. സായി കൃഷ്ണ ഇല്ല. സായി കൃഷ്ണ ഇല്ല, ഞാൻ അതാണ് നോക്കിയോ. ഗുഡ്, സായി കൃഷ്ണ ഇല്ല. അവനെ ടീച്ചർ പിടിച്ചോളാം അല്ലേ? നമുക്ക് അവനെ വിളിക്കണ്ടേ? ഓക്കെ, ഒരാളും കൂടി ഉണ്ട്. ധവാനിയ പുതിയ അഡ്മിഷൻ ആണോ മോനെ? എന്തോ മിനിയാന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അവരുടെ പേരും കൂടെ രജിസ്ട്രേഷൻ. ഓക്കെ, നമ്മുടെ സമയം പോകുന്നു. തേർഡ്. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഉത്തരം നമ്പർ ഓഫ് വോട്ട്സ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് വോട്ട്സ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് രജിസ്റ്റേർഡ് ഈസ് ഈക്വൽ ടു 5,77,500. Then number of vote his nearest rival secured is equal to 3,48,700. ഇനി the margin by which the successful candidate win the election is equal to 5,77,400 minus 3,48,700. ജയിച്ച ആളുടെ വോട്ടിന്റെ എണ്ണത്തിൽ നിന്നും രണ്ടാമത് വന്ന ആളുടെ വോട്ടിന്റെ എണ്ണം സബ്സ്ട്രാക്ട് ചെയ്താല് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കീർത്തി ബുക്ക് സ്റ്റോർ സോൾഡ് ബുക്സ് വർത്ത് 2,85,891 in the first week of June and the books were 4,768 in the second week of month. How much was the sale for the 2 weeks together? In which week was the sale greater and by how much? കണ്ടോ, ഒരു കീർത്തി ബുക്ക് സ്റ്റോർ ഉണ്ട്. അവര് ഫസ്റ്റ് വീക്ക് ഓഫ് ജൂണില് വിറ്റ ബുക്കിന്റെ വില എത്രയാണ്? 2,85,891 ആണ്. ആൻഡ് എന്താണ് സെക്കൻഡ് വീക്കിലോ? worth of book sold in the second week is equal to 4,768. 168. ആ രീതിയിൽ നമുക്ക് എഴുതാം അല്ലെ? നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ തന്നെ സ്റ്റെപ്പ് എഴുതണമെന്നില്ല, റൂട്ട് എഴുതണമെന്നില്ല. പക്ഷെ എന്നാൽ അതിന്റെ അർത്ഥം ശരിയായിരിക്കണം. മാറ്റി എഴുതാം കേട്ടല്ലോ. ടീച്ചർ നിങ്ങൾക്ക് ഒരു റൂട്ട് അല്ലെങ്കിൽ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എഴുതിയാൽ മതി. അത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് വേറൊരു വഴിയാണ്. ഇത് എമൗണ്ട് ഫ്രം ദ ബുക്ക് സോൾഡ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഈസ് ഈക്വൽ ടു സെക്കൻഡ്. അതുപോലെ തന്നെ ഇത് എമൗണ്ട് ഫ്രം ദ ബുക്ക് റിസീവ്ഡ് ഇൻ ദ സെക്കൻഡ് വീക്ക് ഈസ് ഈക്വൽ ടു എഴുതുക. അപ്പോൾ അവര് സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ട് ഏത് വീക്കിലാണ് കൂടുതൽ പൈസ കിട്ടിയെന്നുള്ളത്, ഏത് വീക്കിലാണ് പൈസ കൂടുതൽ കിട്ടിയെന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടാൽ അറിഞ്ഞൂടെ അത് സെക്കൻഡ് വീക്കിലാണെന്ന് അല്ലേ? ഇനി ഹൗ മച്ച് എത്രയാണ്? ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ജോയ്സി എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം അല്ലേ? അതായത് 4,768 മൈനസ് 2,85,891 ചെയ്താൽ നമ്മൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇതൊക്കെ ഓരോ ദിവസങ്ങളായി ടീച്ചർക്ക് അയച്ചു തരണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, find the difference between the greatest and least 5-digit number that can be written using digit 6, 2, 7, 4, 3 each only. Okay, ആണ് ഈ ഡിജിറ്റ്സ് ഒന്നും ആവർത്തിക്കാൻ പാടില്ല. അതായത് 6, 2, 7, 4, 3 ഈ ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ 6 ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഉണ്ടാക്കണം, ദെൻ സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കണം. അതിനുശേഷം ഗ്രേറ്റസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഈ 4 നമ്പേഴ്സ് നമ്മൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? ഗ്രേറ്റസ്റ്റ് നമ്പർ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? ആ ഗ്രേറ്റസ്റ്റ് നമ്പർ നിന്നും സ്മോളസ്റ്റ് നമ്പർ എഴുതിയിട്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു പിന്നെ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം. ഓക്കെ,
ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുമ്പോൾ ക്ലാസ്സിൽ കയറിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അടുത്തത്, എ മെഷീൻ ഓൺ ആൻ ആവറേജ് മാനുഫാക്ചേഴ്സ് 2825 screws a day. How many screws did it produce in the month of January 2006? ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എഴുതേണ്ടത്, ഒരു മെഷീനെ ഒരു ദിവസം 2825 സ്ക്രൂസ് കമ്പനിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജനുവരി 2006 ജനുവരിയിൽ എത്രമാത്രം സ്ക്രൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാനാണ്. അതിൽ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സ്ക്രൂസ് മാനുഫാക്ചേർഡ് ഇൻ 1 day ഈസ് ഈക്വൽ ടു 2825. Then total number days in month of January. ജനുവരിയിലുള്ള ദിവസങ്ങൾ എത്ര ഉണ്ടാവും? 31 അല്ലേ? 31 അല്ലേ? So number of days in January is equal to 31. Therefore, total number of screws manufactured in the month of January 2006 is equal to 2825 into 31. മോനെ ജോയ്സി, ആ ടീച്ചർ വായിക്കുന്ന ക്വസ്റ്റ്യന്റെ നേരെ പെൻസിൽ വെച്ച് പിടിക്കുക, അല്ലെങ്കിൽ പിന്നീട് സംശയം വരും കേട്ടോ. ടീച്ചർ വായിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ പെൻസിൽ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കേൾക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ചെയ്തു വരുമ്പം ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ടീച്ചർ ഈ പറഞ്ഞു തരുന്നത്. എല്ലാം കൂടെ പിന്നെ നമ്മൾ എടുക്കാൻ പോയാല് ഈ 8 പീരീഡ് കൊണ്ട് ഒന്നും ആവില്ല. ഓക്കെ, then a merchant had rupees 78,592 with her. She placed an order for purchasing 40 radio sets at each at rupees 1,200 each. How much money will remain with her after the purchase? ഒരു മർച്ചന്റിന്റെ കയ്യില് 78,592 കയ്യിലുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അവരെ 40 റേഡിയോ സെറ്റിന്, ഓരോ റേഡിയോ സെറ്റിനും 1200 രൂപ വെച്ച് വില വരുന്ന 40 റേഡിയോ സെറ്റ് വാങ്ങാൻ വേണ്ടി, മർച്ചന്റ് അല്ലേ, കുറെ സാധനം ഒന്നിച്ച് വാങ്ങും, ബൾക്കായിട്ട് വാങ്ങാൻ വേണ്ടി ഓർഡർ കൊടുത്തു. അങ്ങനെ ഓർഡർ കൊടുത്ത് കഴിഞ്ഞ ശേഷം അവരുടെ കയ്യില് എത്രമാത്രം പൈസ ബാക്കി ഉണ്ടാവുന്ന ചോദിച്ചത്. നോക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, the amount merchant had is equal to 78,592. ഏതാ ക്വസ്റ്റ്യൻ വായിക്കുന്നത് മനസ്സിലായില്ലേ? ഈ ലക്ഷ്മിപ്രിയൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, number of the amount. Next, cost of one radio. Cost of one radio is equal to എത്രയാണ്? 40 rupees. Then number of radio. Then number of radio 40. Cost of one radio 1,200. Confusion illalla? The amount merchant had is equal to 78,592. Number of radios is equal to 40. Cost of one radio is equal to 1,200. Therefore, total cost is equal to 1,200 into 40. നിങ്ങൾ ആൻസർ എഴുതുക കേട്ടോ. ടീച്ചർ ആൻസർ പറഞ്ഞു തരുന്നില്ല, ഫുൾ കോപ്പി ആയി പോവുകയല്ലേ. ടീച്ചർ ആൻസർ പറഞ്ഞു തരുന്നില്ല, തന്നെ ചെയ്യാം. ഇനി എ സ്റ്റുഡന്റ് multiplied 7,236 by 65. Instead of multiplying by 56, how much was his answer greater than the correct answer? എന്ത് പറ്റി? ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ? എന്താണ് അബദ്ധം? 65 കൊണ്ട് ഒരു സംഖ്യയെ 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം ആ കുട്ടി തിരിച്ചിട്ടിട്ട്, അതായത് 65 65 പകരം